Hi all, welcome to a new session of software testing training. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ കുറച്ചധികം ടോപ്പിക്സും കൺസെപ്റ്റ്സും പഠിക്കുന്നുണ്ട്. കൂടാതെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അസൈൻമെൻറ്റ്സ് കൂടെ നമുക്കിന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് ഒരു പ്രോഡക്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന റിലേറ്റബിൾ ആയിട്ടുള്ള വരുന്ന എക്സ്പെൻസിനെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ്. പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരുന്ന ഡിഫറെൻറ്റ് കമ്പോണൻസ്, അതായത് RTF കോസ്റ്റ് ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി കോസ്റ്റ് എന്തായിരുന്നു, RTF കോസ്റ്റ്. പിന്നെ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്തായിരുന്നു. ക്വാളിറ്റി കോസ്റ്റ് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിവെൻഷൻ കോസ്റ്റ്, അപ്രൈസൽ കോസ്റ്റ്, പിന്നെ ഫെയിലിയർ കോസ്റ്റ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ഫെയിലിയർ കോസ്റ്റ് പറഞ്ഞപ്പോഴായിരുന്നു രണ്ട് ടെസ്റ്റിംഗ് ടൈപ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ്. അതായത് ഒരു ഫൈനൽ ഡെവലപ്പിംഗ് സ്റ്റേജിൽ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ഫേസിലൂടെയാണ് ഒരു പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് കടന്നു പോകുന്നത്. ഒന്ന് ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ് അല്ലേ. അപ്പോൾ എന്തായിരുന്നു ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ്, അതിൻ്റെ ഒരു ഡിഫറൻസ് അല്ലേ. കമ്പാരിസൺ വരുന്ന സമയത്ത് ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, അതിലെന്തൊക്കെയാണ് പ്രൈമറി ഡിഫറൻസസ് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളതും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ അതേപോലെ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് പറയാൻ പറ്റുന്ന, അതായത് ഡിഫറെൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. ഒന്ന് നമ്മുടെ വെരിഫിക്കേഷൻ, വാലിഡേഷൻ. കാരണം ഞാൻ മുന്നേത്തെ സെഷനിലൊക്കെ വെരിഫിക്കേഷൻ, വാലിഡേഷൻ ജസ്റ്റ് ഒരു ഐഡിയ തന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്താണ് വെരിഫിക്കേഷൻ, എന്താണ് വാലിഡേഷൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലായി കാണും. മുന്നത്തെ സെഷൻസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് വെരിഫിക്കേഷൻ, വാലിഡേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് വെരിഫിക്കേഷൻ, വാലിഡേഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈം ലൈൻ ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ശരിക്കും ടെസ്റ്റിംഗ് ഒരു പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ 3 പീരീഡ് ഉണ്ടാവും അല്ലേ. ഒന്ന് ഡെവലപ്പിന് മുന്നേ, ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം, പിന്നെ ആ പ്രോഡക്റ്റ് കസ്റ്റമറിലെത്തി കസ്റ്റമർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈം പീരീഡ് അല്ല. ഇങ്ങനെ 3 ടൈം ലൈനായിട്ട് പറയാം നമുക്ക് ആ ഒരു പ്രോഡക്റ്റിന്. അപ്പോൾ ആ ഒരു പ്രീ ഡെവലപ്മെൻറ്റ് ഫേസും പോസ്റ്റ് ഡെവലപ്മെൻറ്റ് ഫേസും പിന്നെ മെയിൻ്റനൻസ് ഫേസും, ഇത് മൂന്നും ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും വന്ന സെക്ഷൻസിലൊക്കെ. അപ്പോൾ ഇവിടെ വെരിഫിക്കേഷൻ, വാലിഡേഷൻ പറയുമ്പോൾ നമ്മൾ 2 ടൈം ലൈനാണ് എടുക്കുന്നത്. ഒന്ന് പ്രീ ഡെവലപ്മെൻറ്റ്, അതായത് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ വരുന്നത്, പിന്നെ പോസ്റ്റ് ഡെവലപ്മെൻറ്റ്, അതായത് ഡെവലപ്മെൻറ്റ് ഫേസ് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം. ഓക്കെ, അതായത് കസ്റ്റമർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ബട്ട് എന്താണ് ഡെവലപ്പ് ചെയ്ത് പ്രോഡക്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫേസ്, പ്രോഡക്റ്റ് ഡെവലപ്പിംഗ് ഫേസ് കഴിഞ്ഞിട്ടുള്ള വരുന്ന ഒരു ഫേസ്. സോ വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസാണല്ലേ. അതായത് ഫുൾ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല, അതിന് വരുന്ന പ്രീ ഡെവലപ്മെൻറ്റ്, അതായത് പ്രീ ഡെവലപ്മെൻറ്റ് ഒന്നും പറയാൻ പറ്റില്ല, എന്താണ് ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ അല്ലേ, പ്രീ ബിൽഡിംഗ് ഫേസ് എന്ന് പറയാം. ബിൽഡ് കഴിഞ്ഞ് പ്രോഡക്റ്റ് ബിൽഡായി വരുന്നതിന് മുന്നേ ഉള്ള, അതായത് അവിടെ ആ ഒരു ഫേസിൽ എന്താണ് പ്രോപ്പർ ഒരു പ്രോഡക്റ്റ് ആയിട്ടില്ല, ഒരു പ്രോസസ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സോ നമ്മൾ എന്തിനെയായിരിക്കും അവിടെയും എന്താണ് ടെസ്റ്റിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യണം. സോ എന്തിനെയായിരിക്കും അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്, പ്രോഡക്റ്റിനെ അല്ല നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത്, ഒരു സോളിഡ് പ്രോഡക്റ്റിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനില്ല. സോ എന്തിനെയായിരിക്കും നമുക്ക് അവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു ഡെവലപ്പിംഗ് പ്രോസസ്സിനെ ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനെ ആയിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. സോ അതിനെയാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോഡക്റ്റ് പർട്ടിക്കുലർ റിക്വയർമെൻറ്റ്സോ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ സ്പെസിഫിക്കേഷൻസോ ഒക്കെ മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താവണം, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് വേയിലാണോ ബിൽഡ് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റ് കറക്റ്റ് വേയിലാണോ ബിൽഡ് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യണം. സോ അത് നടക്കുന്നത് എവിടെയാണ്, വെരിഫിക്കേഷൻ്റെ.
So verification is the process of checking whether the product or system meets the specific requirements set during the design and development phase. So developing phase-ലായിരിക്കും റിക്വയർമെൻറ്റ്സ് എങ്ങനെയൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യണം, ഈ ഒരു രീതിയിൽ വേണം പ്രോഡക്റ്റ് വർക്ക് ചെയ്യാൻ, എന്താണ് അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ഫേസ് നടക്കുന്നത് എവിടെയാണ്? പ്ലാനിങ് നടക്കുന്നത് ഡെവലപ്മെൻറ്റ് ഫേസിലാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്കൊരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബിൽഡിംഗ് ഫേസിനെ തന്നെ, ആ ഒരു ബിൽഡിംഗ് പ്രോസസ്സിനെ തന്നെ ഫോക്കസ് ചെയ്യുന്നതാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഫോക്കസസ് ഓൺ എൻഷുറിങ് ദാറ്റ് ദ റൈറ്റ് പ്രോഡക്റ്റ് ഈസ് ബീയിങ് ബിൽഡ്. അതായത് കറക്റ്റ് വേയിലാണോ നമ്മൾ, കറക്റ്റ് രീതിയിലാണോ ആ ഒരു സിസ്റ്റം എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കുന്നതാണ് വെരിഫിക്കേഷൻ. ഓക്കെ, ആർ വി ബിൽഡിംഗ് ദ സിസ്റ്റം റൈറ്റ്? നല്ല രീതിയിൽ, നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെയാണോ ഈ സിസ്റ്റം ഉണ്ടാക്കി വരുന്നത്? അതാണ് വെരിഫിക്കേഷൻ. അപ്പോൾ അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവിടെ ടെസ്റ്റിംഗ് ചെയ്യുന്നത്? ഏതൊക്കെ മാർഗത്തിലൂടെയായിരിക്കും? അവിടെ റിവ്യൂയിങ്, ഇൻസ്പെക്ഷൻ, സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ഒക്കെയാണ് പോസിബിൾ അല്ലേ? അതായത് നമുക്ക് ആ ഒരു പ്രോസസ്സ്, ഒരു ഡെവലപ്പിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ പലതും, ഇപ്പം SDLC എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ റിക്വയർമെൻറ്റ്, നമ്മളൊരു ഡെവലപ്പിംഗ് പ്രോസസ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യുന്നതായിക്കോട്ടെ, ഒരു ഡിസൈന് ബിൽഡ് ചെയ്യുന്ന ഒരു ബ്ലൂ പ്രിൻ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ എന്ത് മോഡൽ, നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഡക്റ്റ് മൊത്തത്തിൽ ബിൽഡ് ചെയ്യുന്നത്. സോ ആ ബ്ലൂ പ്രിൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അതിൻ്റെ പ്ലാനിങ് ചെയ്യുന്നതായിക്കോട്ടെ, ഇതൊക്കെ എവിടെയാണ്? ഈ ഡെവലപ്പിംഗ് ചെയ്യുന്ന ആ ഒരു ഫേസിലാണ് വരുന്നത്. സോ ഇതുപോലുള്ള ഈ ക്രിയേഷൻസിനെയൊക്കെയാണ് എവിടെ ടെസ്റ്റ് ചെയ്യുന്നത്? വെരിഫിക്കേഷൻ. സോ ഇതുപോലുള്ള ബ്ലൂ പ്രിൻസിനെയൊക്കെ, പ്ലാനിങ് ഡോക്യുമെൻറ്റ്സിനെയൊക്കെ ആയിരിക്കും ഒരു വെരിഫിക്കേഷൻ ഫേസിൽ ടെസ്റ്റ് ചെയ്യുന്നത്. സോ അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇതുപോലുള്ള ഡോക്യുമെൻറ്റ്സിനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു റിവ്യൂയിങ് ഫേസാണ് അവിടെ വേണ്ടത്. സോ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ റിവ്യൂയിങ്, ഇൻസ്പെക്ഷൻ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഡോക്യുമെൻറ്റ്സിനെയാണ് വെരിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത്. സോ അവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതുപോലുള്ള ഡിസൈൻ ഡോക്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് പറയാം അല്ലേ? ബിൽഡ് ചെയ്യുന്ന ഒരു ഡെവലപ്പിംഗ് കോഡ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് പറയാം. സോ ഇതുപോലുള്ള ഡോക്യുമെൻറ്റ്സിനെയൊക്കെ വെരിഫൈ ചെയ്യുന്നതാണ് വെരിഫിക്കേഷൻ ഫേസ്. ഓക്കെ, പിന്നെ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്. സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് വെരിഫിക്കേഷനിൽ വരുന്ന ഒരു പ്രോസസ്സാണ്. അതായത് സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡോക്യുമെൻറ്റ്സിനെയൊക്കെ വെരിഫൈ ചെയ്യുന്നു. അതായത് ഇപ്പം കോഡിനെയാണ്, കോഡ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഈ കോഡിനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് മാത്രമാണ്, നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ആ കോഡിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ടൊന്നും നോക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ കോഡിൽ എന്തെങ്കിലും സിൻടാക്സ് എറർ ഉണ്ടോ, കോഡിൻ്റെ അതിൻ്റെ ആ ഒരു കോഡ് ഓർഗനൈസ് ചെയ്തതൊക്കെ കറക്റ്റ് ആണോ, അൺവാണ്ടഡ് എന്തെങ്കിലും എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? വെരിഫിക്കേഷനിലായിരിക്കും. സോ എക്സിക്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്നാണ് പറയും. ഇപ്പം എന്തെങ്കിലും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു ഇൻപുട്ട് കൊടുത്ത് നമ്മളൊരു ആക്ഷൻ പെർഫോം ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡൈനാമിക് ടെസ്റ്റിംഗ് എന്ന് പറയും. എക്സിക്യൂഷൻ ഒന്നും വരുന്നില്ല, ജസ്റ്റ് നമ്മൾ അതിനെ നോക്കി കാണുകയാണ്, അതിലുള്ള മിസ്റ്റേക്സൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്. വിത്തൗട്ട് എനി എക്സിക്യൂഷൻ വരുന്ന പ്രോഗ്രാം ആണെങ്കിൽ ഇറ്റ്സ് എ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്. ഓക്കെ, സോ വെരിഫിക്കേഷനിൽ വരുന്ന കോഡ് റിവ്യൂയിങ് ഒക്കെ എന്താണ്? സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ആണ്. അവിടെ നമ്മൾ ആ കോഡിനെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നില്ല. ഇപ്പോൾ ഡിസൈൻ ഡോക്യുമെൻ്റ് ആണെങ്കിൽ തന്നെ അവിടെ ആ ഒരു ഡോക്യുമെൻറ്റിനെ നമ്മൾ നോക്കി കാണുകയാണ്, എന്തൊക്കെയാണ് ആ ഡിസൈൻ ഡോക്യുമെൻറ്റിലുള്ള പോരായ്മകൾ എന്നൊക്കെ കണ്ടെത്തുകയാണ്. ഓക്കെ, ഡോക്യുമെൻറ്റ് വേറെ അതർ ഡോക്യുമെൻറ്റ്സ് ആയാൽ പോലും, ഇപ്പോൾ റിക്വയർമെൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു, കസ്റ്റമറിൽ നിന്ന് റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുന്നു, അതായത് അവരുടെ ഡിമാൻഡ്സ് ആണ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു.
സോ ആ ഒരു റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ചെയ്യേണ്ടി വരും അല്ലേ, ആ റിക്വയർമെൻറ്റ്സിനൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഓരോ ഫേസിലും കടന്നു പോകുന്ന ഓരോ പ്രോസസ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇതുപോലുള്ളൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രോഡക്റ്റ് ബിൽഡിന് മുന്നേ വരുന്ന പ്രോസസ്സിലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഈ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഡോക്യുമെൻറ്റേഷൻസിനെയൊക്കെ നമ്മൾ വിലയിരുത്തുന്നത് ഇൻഫോർമൽ വേയിലും ആകാം, ഫോർമൽ വേയിലും ആകാം. ഇനി ഫോർമൽ വേയിൽ നോക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ടേമാണ് ഇൻസ്പെക്ഷൻസ്. ഓവറോൾ ആ ഒരു ഡോക്യുമെൻറ്റേഷൻസിന് ആ ഒരു പ്രോസസ്സിൽ എത്രത്തോളം ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ ഉണ്ടോ, ഡിസൈൻ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടോ, കോഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടോ, അതൊക്കെ ഒരു ടീം സ്പിരിറ്റിൽ നമ്മൾ ഫോർമലി അതിനെ വിലയിരുത്തുന്നത് തന്നെയാണ് ഇൻസ്പെക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി വാക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ ആയിരിക്കുമല്ലോ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ ഇൻറ്റേർണലി ഫുള്ളി അതിനെ ഡിവൈഡ് ചെയ്ത് കീറി മുറിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് വാക്ക് ത്രൂ എന്ന് പറയുന്നത്. സോ അവിടെ ആ വർക്ക് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ ഒരു ഡിസൈൻ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡിസൈൻ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരാളും അതിനെ റിവ്യൂ ചെയ്യാനുള്ള ഒരാളും ആയിരിക്കും വർക്ക് ത്രൂസിലുണ്ടാവുക. സോ അവരെ അത് ഇൻഡിവിജ്വലി എടുത്തുകൊണ്ട്, ആ ഒരു പ്രോഡക്റ്റിനെ ഇൻഡിവിജ്വലി എടുത്തുകൊണ്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിനെ എക്സാമിൻ ചെയ്യുന്നതിനെയാണ് വാക്ക് ത്രൂ എന്ന് പറയുന്നത്. ഓക്കെ, ഓവറോൾ ഒരു ഡോക്യുമെൻറ്റേഷനെ ഓവറോൾ ചെക്കപ്പ് ചെയ്യുന്നത് കുറേ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സൊക്കെ കൂടി ഫോർമലി ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എന്തൊക്കെ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്തൊക്കെ പോസിബിൾ ക്വസ്റ്റ്യൻസ് വരും, നമുക്കതൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്കത് ചോദിക്കാൻ പറ്റുന്നത്. വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്താണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് പറയാൻ പറ്റുന്നതെങ്കിൽ എന്താണ് പോസിബിൾ ക്വസ്റ്റ്യൻസ്? ആർ വി ബിൽഡിംഗ് ദ സിസ്റ്റം റൈറ്റ്, അതായത് റൈറ്റ് വേയിലാണോ ആ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം അല്ലേ. നമ്മൾ ആ പ്രോസസ്സിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കറക്റ്റ് വേയിലാണോ ആ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. സോ ആർ വി ബിൽഡിംഗ് ദ പ്രോഡക്റ്റ് റൈറ്റ്? ഈസ് ദ സോഫ്റ്റ്വെയർ ബീയിങ് ഡെവലപ്ഡ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫൈഡ് റിക്വയർമെൻറ്റ്സ്? സോ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യുന്നതിലൂടെ എന്താണ് കറക്റ്റ് ആ റിക്വയർമെൻറ്റ്സ് പ്രകാരം തന്നെയാണോ നമ്മുടെ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ അവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. റിക്വയർമെൻറ്റ്സ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണോ ഡെവലപ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇനി ഒരു പ്രോസസ്സ് അവിടെ ഡെവലപ്പിംഗ് പ്രോസസ്സ് അവിടെ എന്താണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണോ ഇപ്പോൾ ഓരോ ഡിസൈൻ സ്ട്രക്ചേഴ്സ് അനുസരിച്ചിരിക്കും ആ ഒരു ഡെവലപ്പിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഇനിയിപ്പം കോഡിങ് അനുസരിച്ചിരിക്കും അതിൻ്റെ ഡെവലപ്പിംഗ് പ്രോസസ്സ്. സോ പർട്ടിക്കുലർ ആ ഒരു ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യുന്നതിലൂടെ എന്താണ് ആ പ്രോസസ്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ ആ ഒരു പ്രോസസ്സ് കറക്റ്റ് വേയിലാണോ റൈറ്റ് വേയിലാണോ ആ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. സോ ഇതൊക്കെ എവിടെയാണ്? വെരിഫിക്കേഷനിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ വാലിഡേഷൻ വരികയാണെങ്കിൽ വാലിഡേഷനിൽ എന്താണ് ചെയ്യുന്നത്? അത് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ പ്രോഡക്റ്റിനെ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഉണ്ടായി വന്ന പ്രോഡക്റ്റ് കറക്റ്റ് പ്രോഡക്റ്റ് ആണോ എന്ന് വിലയിരുത്തുന്നത് എന്താണ്? വാലിഡേഷനിലായിരിക്കും. സോ അതെങ്ങനെയാണ് വിലയിരുത്തുക? ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ കസ്റ്റമറിന് ആ ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും അല്ലേ. ഇപ്പോൾ ആൽഫ ടെസ്റ്റിംഗ് ബീറ്റ ടെസ്റ്റിംഗ് ഒക്കെ പറഞ്ഞില്ലേ, അത് തന്നെ. അതൊക്കെ എവിടെയാണ് നടക്കുന്നത്? വാലിഡേഷൻ സമയത്താണ്. സോ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റമറിന് ഈ ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് അവരുടെ എക്സ്പെക്റ്റേഷൻസൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് വാലിഡേഷൻ ടെസ്റ്റിംഗ് അല്ല വാലിഡേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊരു പ്രോപ്പർ പ്രോഡക്റ്റ് ഉണ്ട്. ആ ഒരു പ്രോഡക്റ്റ് റിയൽ വേൾഡ് എൻവിറോൺമെൻറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ അല്ലെങ്കിൽ കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നത് എവിടെയാണ്? വാലിഡേഷനിലാണ്.
അപ്പോൾ അവിടെ എന്താണ്, നമ്മൾ ആ പ്രോഡക്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടല്ലേ. നേരത്തെ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് പറഞ്ഞു, വിത്തൗട്ട് എനി എക്സിക്യൂഷനാണ് അവിടെ, നമ്മൾ ജസ്റ്റ് റിവ്യൂയിങ് മാത്രമാണ് അവിടെ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സിക്യൂഷൻ വരാത്തത് കൊണ്ട് തന്നെ അതിന് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയും. ഇവിടെ പക്ഷെ നമ്മൾ ആ പ്രോഡക്റ്റിനെ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നുണ്ടല്ലേ, പ്രോപ്പർലി വർക്കിംഗ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ടിപ്പിക്കലി കോൾഡ് ആസ് ഡൈനാമിക് ടെസ്റ്റിംഗ്. ഒരു എക്സിക്യൂഷൻ നമുക്ക് ആ പ്രോഡക്റ്റ് കറക്റ്റ് വേയിലാണോ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കണമെങ്കിൽ അവിടെ ഡൈനാമിക് ടെസ്റ്റിംഗ് നടത്തണം. അതായത് അവിടെ അതിനെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. എന്ത് വെച്ചിട്ട്? കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. അല്ലെ കസ്റ്റമറിനോട് തന്നെ അത് എന്ത് ചെയ്യണം, യൂസ് ചെയ്ത് നോക്കാൻ പറയണം അല്ലേ. ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡൈനാമിക് ടെസ്റ്റിംഗ്. നമ്മളത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. നമ്മൾ തന്നെ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ടെസ്റ്റേഴ്സ് തന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അല്ലെങ്കിൽ കറക്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ബിഹേവിയർ തന്നെയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇനി ഒന്ന് എൻഡ് യൂസേഴ്സ് അല്ലേ, അവർ ബാക്കിയുള്ള ആൾക്കാർ, ഇത് ആർക്കാണോ വേണ്ടത് അല്ലെ ആരാണോ അവസാനം ഇത് റിയൽ വേൾഡിൽ യൂസ് ചെയ്യേണ്ടത് അവർക്ക് കൊടുത്തിട്ട് ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യുക, അവരോട് യൂസ് ചെയ്ത് നോക്കാൻ പറയും. അപ്പം റിയൽ വേൾഡിൽ ഈ ഒരു പ്രോഡക്റ്റ് എത്തുന്ന സമയത്ത് റിയൽ ടൈമിൽ പല തരത്തിലുള്ള യൂസേഴ്സും ഉണ്ടാവും അല്ല റിയൽ വേൾഡിൽ. സോ അവരുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്, അതിനനുസരിച്ച് ഈ പ്രോഡക്റ്റ് എത്തുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സോ അതും എവിടെയാണ് നടക്കുന്നത്? വാലിഡേഷനിലാണ്. അതാണ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ് ഒക്കെ നമുക്ക് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ആയിട്ട് പറയും. അവിടെ എന്താ നടക്കുന്നത്? യൂസറുമായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് ടെസ്റ്റിംഗ് നടക്കുന്നത്. സോ പ്രോപ്പർലി അവരുമായിട്ട് പാരലലി ടെസ്റ്റിംഗ് നടക്കുന്നതുകൊണ്ട് കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് ഓൺ ദ ടൈം നമുക്ക് അറ്റ് ദാറ്റ് ടൈം തന്നെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും, അത് പരിഹരിക്കാനും പറ്റും. അതാണ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഫങ്ഷണൽ ടെസ്റ്റിംഗ്. ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ കറക്റ്റ് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ, അതിൻ്റെ ബേസിക് ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പം അതിലുള്ള ആപ്ലിക്കേഷൻസിൽ ഓൾറെഡി ഉള്ള ഫീച്ചേഴ്സൊക്കെ എന്ത് ചെയ്യണം, വർക്കിംഗ് ആയിരിക്കണം. ഇപ്പം ഒരു വെബ്സൈറ്റിൽ ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ ആ ബട്ടൺ ക്ലിക്കബിൾ ആയിരിക്കണം അല്ലേ. ക്ലിക്കബിൾ ആയിട്ടുള്ളൊരു എലമെൻറ്റിനെയാണ് നമ്മൾ ബട്ടൺ എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ. സോ ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ അത് വർക്കിംഗ് ആയിരിക്കണം. എങ്ങനെയാണോ വർക്കിംഗ് ആണോ എന്ന് നോക്കേണ്ടത്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം അത് എന്തെങ്കിലും ഒരു റെസ്പോൺസ് കാണിക്കണം. മേ ബി എന്തെങ്കിലും മെസ്സേജ് കാണിക്കുന്നതാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം, എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പോപ്പപ്പ് ചെയ്യുന്നതാകാം. അങ്ങനെ പല പേർപ്പസും ഉണ്ട് ഒരു ബട്ടൺ. സോ ആ ഒരു ബട്ടൺ അതുപോലെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ആയിരിക്കണം ആ ബട്ടൺ നമുക്ക് ഇങ്ങോട്ട് തരേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യും, വാലിഡേഷനിൽ അത് ഉണ്ടോ എന്ന് നോക്കും അല്ല, അങ്ങനെ പ്രോപ്പർലി വർക്കിംഗ് ആണോ എന്ന് നോക്കും. പിന്നെ ഓവറോൾ, അതായത് ഓൾറെഡി ഈ ആപ്ലിക്കേഷനിൽ ഉള്ളത് വർക്കിംഗ് ആണെന്ന് നോക്കി. ഇനി എന്ത് ചെയ്യണം, റിക്വയർമെൻറ്റ്സ് തന്നിട്ടുള്ള കസ്റ്റമർ പറഞ്ഞ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് തന്നെയാണോ ഇതുള്ളത് നോക്കണം അല്ലേ. ഇപ്പം ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണ്, കസ്റ്റമർ ഇപ്പം വെബ്സൈറ്റ് നമ്മൾ മൊത്തത്തിൽ നോക്കി, വെബ്സൈറ്റിൽ ആ പ്രോഡക്റ്റ് ആസ് എ ഹോൾ എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, അതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ്ലി വർക്കിംഗ് ആണോ നോക്കി. അപ്പം ഓക്കെ, എല്ലാം പ്രോപ്പർലി വർക്കിംഗ് ആണ്, ബട്ടണൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ലിങ്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പേജസൊക്കെ കറക്റ്റ്ലി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്, എല്ലാ ഫങ്ഷൻസും വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് വെൻ കമ്പയർഡ് ടു റിക്വയർമെൻറ്റ്സ്, അതായത് കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് അല്ലെ അവരുടെ റിക്വയർമെൻറ്റ്, അവർ തന്നിട്ടുള്ള കാര്യങ്ങൾ, അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ ആ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പം സംതിങ് ഈസ് മിസ്സിങ്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ
ഓപ്പോസിറ്റായിട്ട് എന്തൊക്കെയോ ഇതിൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അതായത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സിന് ഓപ്പോസിറ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ. സോ അതൊക്കെ എന്ത് ചെയ്യണം, അതും കണ്ടെത്തണം. സോ സിസ്റ്റം ടെസ്റ്റിംഗ് നടത്തണം. ഓവറോൾ ആ ഒരു ഒബ്ജക്റ്റിനെ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ടും കമ്പയർ ചെയ്യണം. ആ ഒരു ഒബ്ജക്റ്റിൽ എല്ലാം പ്രോപ്പർലി വർക്കിംഗ് ആണോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, അത് റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യണം. റിക്വയർമെൻറ്റ്സ് പറഞ്ഞ തരത്തിൽ തന്നെയാണോ ഇതിൽ പ്രോഡക്റ്റ് വർക്ക് ചെയ്യുന്നതെന്നും കൂടി ഉറപ്പ് വരുത്തണം. സോ അതൊക്കെ ചെയ്യുന്നത് എവിടെയാണ്, വാലിഡേഷനിലാണ്. സോ അവിടെയും നമ്മളിപ്പോൾ വെരിഫിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ക്വസ്റ്റ്യൻ എന്താണ്, ആർ വി ബിൽഡിംഗ് ദ സിസ്റ്റം റൈറ്റ്. ബട്ട് വാലിഡേഷൻ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്, ആർ വി ബിൽഡിംഗ് ദ റൈറ്റ് സിസ്റ്റം. ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രോഡക്റ്റ് കറക്റ്റ് പ്രോഡക്റ്റ് ആണോ എന്നാണ് നോക്കുന്നത്. മറ്റേടെ ആ പ്രോസസ്സിനെ, പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് വേയിലാണോ നമ്മൾ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. ഇവിടെ ബിൽഡ് ചെയ്ത പ്രോഡക്റ്റ് കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ബിൽഡ് ചെയ്ത പ്രോഡക്റ്റ് റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ ബിൽഡ് ചെയ്ത പ്രോഡക്റ്റ് റിയൽ വേൾഡ് എൻവിറോൺമെൻറ്റിൽ എന്താണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ചോദിക്കണം. കാരണം കസ്റ്റമറുമായിട്ട് എൻഡ് യൂസേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിലും കൂടി ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ എൻഡ് യൂസേഴ്സ് ഇൻവോൾവ് ചെയ്തിട്ട് കൂടി വാലിഡേഷന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം പോസിബിൾ നമ്മൾ വെരിഫിക്കേഷൻ വാലിഡേഷൻ ആയിട്ട് ഫേസ് എടുത്തു കഴിഞ്ഞാൽ കുറേ എന്താണ് ഡിഫറൻസ് അവിടെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലേ. ഒന്നാമത് പ്രോസസ്സിനെയാണ്. വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് സിംപ്ലി വി ക്യാൻ സേ ഇറ്റ്സ് പ്രോസസ് ഓറിയൻറ്റഡ് ടെസ്റ്റിംഗ്. ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ടെസ്റ്റിംഗ് അപ്രോച്ചാണ് എവിടെ നടക്കുന്നത്, വെരിഫിക്കേഷനിൽ. വാലിഡേഷനിൽ വരുമ്പം അവിടെ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ടെസ്റ്റിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് നമുക്കൊരു ഡെഫിനിഷനായിട്ട് പറയാൻ പറ്റുന്ന വെരിഫിക്കേഷനിൽ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് പ്രോഡക്ട്സ് ഓഫ് എ ഡെവലപ്മെൻറ്റ് ഫേസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദേ മീറ്റ് ദ സ്പെസിഫൈഡ് റിക്വയർമെൻറ്റ്സ്. അതായത് പ്രോഡക്റ്റിൻ്റെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്രോസസ്സ് എന്ത് ബേസിസിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡെവലപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ ബേസിസിലായിരിക്കും, കസ്റ്റമറിൽ നിന്നുള്ള റിക്വയർമെൻറ്റ്സിൻ്റെ ബേസിസിലായിരിക്കും അല്ല. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സ് ബേസിസിൽ തന്നെയാണോ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിലയിരുത്തണം. ഓക്കെ, ഇനിയിപ്പോൾ വാലിഡേഷൻ എടുക്കുകയാണെങ്കിൽ എൻഡ് ഓഫ് ദ ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. ഒരു പ്രോഡക്റ്റ് ഉണ്ടായി വന്ന പ്രോഡക്റ്റിന് ഒരു ഡെവലപ്പിംഗ് പ്രോസസ്സിൻ്റെ എൻഡിൽ ഉണ്ടായിട്ട് വന്ന പ്രോഡക്റ്റിനെ തന്നെയാണ് വിലയിരുത്തുന്നത്. അപ്പോൾ അത് റിക്വയർമെൻറ്റ്സ് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നോക്കുന്നത്. ഓക്കെ, പിന്നെ വെരിഫിക്കേഷനിൽ നടക്കുന്നത് റിവ്യൂ മീറ്റിംഗ്സ്, ഇൻസ്പെക്ഷൻസ് അതൊക്കെയാണ് നടക്കുന്നത്. വാലിഡേഷൻ വരുമ്പം എന്താണ് അവിടെ പ്രോഡക്റ്റിനെ തന്നെ ടെസ്റ്റ് ചെയ്യുകയാണ്. സോ അതിനെ ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും ഒക്കെ ടെസ്റ്റ് ചെയ്യണം. അവിടെ ഇൻറ്റേർണലി എക്സ്റ്റേർണലി പറയുന്ന ടെസ്റ്റിംഗ് ഒക്കെയാണ് വൈറ്റ് ബോക്സ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഒക്കെ. അത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ തന്നിട്ടുണ്ടായിരുന്നു എന്താണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളതൊക്കെ വരുന്ന സെഷനിൽ പറയും. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേർണലി മാത്രം ടെസ്റ്റ് ചെയ്യുന്നത്. വൈറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് വൈറ്റ് ബോക്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും ഒക്കെ ചെക്ക് ചെയ്യാം. ആ ഒരു പ്രോഡക്റ്റിനെ തന്നെ ചെക്ക് ചെയ്യുന്നതാണ് വാലിഡേഷൻ. ഓക്കെ, പിന്നെ വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രോസസ്സിനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ, അപ്പോൾ പ്രോസസ്സിനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കറക്റ്റ് വേയിലാണോ ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ടീമുണ്ട്, ആ ടീമിലുള്ള മെമ്പേഴ്സൊക്കെ കറക്റ്റായിട്ട് തന്നെയാണോ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് ഒരു മോണിറ്ററിങ് ആണ്, ഒരു പ്രോസസ്സ് കറക്റ്റ് വേയിൽ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ഒരു ടീം ആക്ടിവിറ്റീനെ നമ്മൾ മോണിറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ടീം ലീഡ് എന്നോണം പറയാം. ടീം ലീഡിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് വെരിഫിക്കേഷനിൽ എന്നൊക്കെ പറയാം അല്ലേ.
സോ അത് ചെയ്യുന്നത് ഒരു QA ടീമായിരിക്കും. ഓക്കെ, അവരാണ് എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് കറക്റ്റ് വേയിലാണോ നടക്കുന്നതെന്ന് നോക്കുന്നത്. അവർ അഷ്യൂർ ചെയ്യുന്നത്. ക്വാളിറ്റി അഷ്വറൻസ് ആണ് അവിടെ. QA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി അഷ്വറൻസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ കറക്റ്റ് വേയിലാണോ ഈ ഒരു പ്രോസസ്സ് കൊണ്ടുപോകുന്നതെന്ന് ഉറപ്പ് വരുത്തുകയാണ് ക്വാളിറ്റി അഷ്വറൻസിൽ ചെയ്യുന്നത്. പ്രോസസ്സിനെ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ പ്രോസസ്സിനെ മോണിറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് കണ്ടക്ട് ചെയ്യുന്നത് ആ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് QA ടീമായിരിക്കും. നേരെ മറിച്ച് വാലിഡേഷൻ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റിനെ തന്നെ, അതായത് അതിൽ ക്വാളിറ്റി ചെക്കിംഗ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോളിംഗ് ആണ് നടക്കുന്നത്. സോ അത് ചെയ്യുന്നത് ടെസ്റ്റിംഗ് ടീമാണ്. ഓക്കെ, വാലിഡേഷൻ, ടെസ്റ്റിംഗ് ടീം, വെരിഫിക്കേഷൻ ഇപ്പോൾ ഒരു ഫുള്ളി ഒരു ടീം ഉണ്ടെന്ന് വിചാരിക്കുക. ഡെവലപ്പേഴ്സും ടെസ്റ്റേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു ടീമിന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു എൻറ്റയർ ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഓരോ ആൾക്കാർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. അവരുടെ ഡ്യൂട്ടി എന്ത് ചെയ്യണം, കറക്റ്റ് വേയിലാണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഒരു എൻറ്റയർ ടീമിൻ്റെ പ്രോസസ്സിനെയാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് വാലിഡേഷൻ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ടീമിൻ്റെ ടെസ്റ്റിംഗ് ടീമിൻ്റെ മാത്രം വരുന്ന ഒരു പ്രോസസ്സാണ് വാലിഡേഷൻ. അതിൽ മാത്രം ടെസ്റ്റിംഗ് ടീമിന് മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു പ്രോസസ്സാണ് വാലിഡേഷൻ. ഓക്കെ, ഇനി വെരിഫിക്കേഷനിൽ കോഡ് എക്സിക്യൂഷൻ വരുന്നില്ല, സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. സോ അവിടെ എക്സിക്യൂഷൻ ആയിട്ട് വരുന്നില്ല. വാലിഡേഷനിൽ വരുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റ് ബിൽഡ് ചെയ്ത പ്രോഡക്റ്റിനെ തന്നെ, ആക്ച്വൽ പ്രോഡക്റ്റിനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്. സോ അവിടെ എക്സിക്യൂഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രോസസ്സിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഡോക്യുമെൻറ്റേഷൻസിനൊക്കെ ആയിരിക്കും നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. സോ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻസ്, ഡിസൈൻ സ്പെസിഫിക്കേഷൻസ്, കോഡ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് കേസസ് ആയിക്കോട്ടെ. നമ്മൾ ടെസ്റ്റ് കേസസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതും ഒരു പ്ലാനിങ് ആണല്ലേ, പ്ലാൻ ചെയ്യുവാണ്. പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് കേസസ് ക്രിയേറ്റ് ചെയ്യും, റിക്വയർമെൻറ്റ്സ് കിട്ടുന്നതിനനുസരിച്ചിട്ട്. സോ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിലുണ്ടാവും ഒരു ഡെവലപ്പിംഗ് ഫേസിൽ. സോ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടി വരും. അതൊക്കെ എവിടെയാണ്, വെരിഫിക്കേഷനിലായിരിക്കും നടക്കുന്നത്. നേരെ മറിച്ച് വാലിഡേഷനിൽ ആ ആക്ച്വൽ പ്രോഡക്റ്റിനെ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വെരിഫിക്കേഷനിൽ വരുമ്പോൾ അതായത് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് വാലിഡേഷൻ നടക്കുന്നത്, അല്ലേ? സോ വാലിഡേഷനിൽ ഉണ്ടാവാൻ പോകുന്ന ഡിഫക്ട്സിനെ കൂടി എവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്, വെരിഫിക്കേഷനിൽ. പ്രെഡിക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ആണ് വെരിഫിക്കേഷനിൽ നടക്കുന്നത്, അല്ലേ? നേരത്തെ കണ്ടെത്തുകയാണ് വരാൻ പോകുന്ന പ്രോഡക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരാൻ സാധ്യതയുള്ള ഡിഫക്ട്സിനെ ആദ്യമേ കണ്ടെത്തി പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷനിൽ കണ്ടെത്താൻ പറ്റാത്ത എറേഴ്സിനെ കൂടി എവിടെയാണ് കണ്ടെത്തുന്നത്, വാലിഡേഷനിലാണ്. ഓക്കെ, അപ്പം വെരിഫിക്കേഷനിൽ ഡിഫക്ട്സ് ഇംപ്ലിമെൻറ്റ് കുറച്ച് ഡിഫക്ട്സ് മാത്രം, ആദ്യമേ ഉള്ള ഡിഫക്ട്സ് നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പം കുറവായിരിക്കും കണ്ടെത്തുന്ന എറേഴ്സ്. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷനിൽ പോലും കണ്ടെത്താത്ത ഡിഫക്ട്സിനെയും കൂടി ഇവിടെ കണ്ടെത്തുന്നുണ്ട്. സോ ഓവറോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറേ എറേഴ്സ് നമുക്ക് ആ ഒരു ഫൈനൽ സ്റ്റേജിൽ നമുക്ക് കിട്ടും. ഓക്കെ, അത്രയാണ് വെരിഫിക്കേഷൻ വാലിഡേഷനിൽ പറയുന്നത്. അപ്പോൾ ക്രൂഷ്യലായിട്ട് വരുന്ന 2 സ്റ്റേജസ് ആണ് വെരിഫിക്കേഷൻ, വാലിഡേഷൻ. ടെസ്റ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന 2 സ്റ്റേജസ് ആണ് വെരിഫിക്കേഷനും വാലിഡേഷനും. ഇനി ഇവിടെയൊക്കെ ഈ വെരിഫിക്കേഷൻ ആയിക്കോട്ടെ, വാലിഡേഷൻ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നമ്മൾ മെയിനായിട്ട് എടുത്ത് നോക്കുന്നത് നമുക്കൊരു ഇൻപുട്ട് റിസോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ റിഫർ ചെയ്യുന്നത് എന്തിനെയാണ്, കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സിനെയാണ്. ഇനി എന്താണ് റിക്വയർമെൻറ്റ്സ്? എന്തായിരിക്കും റിക്വയർമെൻറ്റ്സ്?
ഒരു ടേം എന്തിനെയാണ് നമുക്ക് റിക്വയർഡ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നമുക്കത് ആവശ്യമാണ്, നമുക്ക് എന്തായാലും അത് മാൻഡറ്ററി ആവുന്ന കാര്യങ്ങളാണല്ലേ, നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് റിക്വയർഡ് ആണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആണെങ്കിൽ ആ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഇങ്ങനെ ഇരിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് തരണം എന്ന് പറഞ്ഞ് ഒരു എൻഡ് യൂസർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആവശ്യം പ്രകടിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഒരു ഡെഫിനേഷൻ എന്നാണ് നമുക്ക് പറയാൻ പറ്റും. ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, റിക്വയർമെൻറ്റ്സ് റിഫർ ടു ദ കണ്ടീഷൻസ് ഓർ capabilities that a software system must fulfill in order to meet the needs of its stakeholders, users or customers. കുറേയധികം കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേയധികം ഡിമാൻഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്ത് ആ പ്രോഡക്റ്റ് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ ആ പെർഫോം ചെയ്യണം. ഇപ്പോൾ ഒരു ഫീച്ചർ പറയുന്നുണ്ടാവും, ഒരു ഫീച്ചർ ഉണ്ടായിരിക്കണം, ആ ഫീച്ചർ എങ്ങനെ വർക്ക് ചെയ്യണം, ഏത് രീതിയിൽ വർക്ക് ചെയ്യണം, അതും ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവിടെയാണ്? റിക്വയർമെൻറ്റ്സിനാണ് പറയുന്നത്. ഫങ്ഷനാലിറ്റി, പിന്നെ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ്. ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ബൂസ്റ്റപ്പ് സിറ്റുവേഷൻ ആണല്ലേ. ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു ഫങ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവും, അത് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, കുറച്ചും കൂടി നമ്മുടെ യൂസറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എൻഹാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് എന്ന് പറയും അല്ലേ. അപ്പം അങ്ങനെയാണ് എടുത്ത് നോക്കുന്നത്, അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് എന്ത് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കത് ആദ്യം തന്നെ ഒരു ഡെവലപ്പിംഗ് ഫേസിൽ എടുത്ത് നോക്കും. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫേസിൽ ആദ്യമേ നമ്മൾ ക്യാപ്ചർ ചെയ്ത് അല്ലെങ്കിൽ ഗ്യാദർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ് റിക്വയർമെൻറ്റ്സ്. ഈ റിക്വയർമെൻറ്റ്സ് ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഡെവലപ്പിംഗ് മൊത്തം പോകുന്നത്. ഇപ്പോൾ ബ്ലൂ പ്രിൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ കോഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഇപ്പം നമ്മൾ ടെസ്റ്റ് കേസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റേഴ്സ്. സോ അതായിക്കോട്ടെ, ഇതൊക്കെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? റിക്വയർമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. സോ ആ റിക്വയർമെൻറ്റ്സ് തന്നെ രണ്ട് വിധത്തിൽ നമുക്ക് പറയാം, രണ്ട് കാറ്റഗറി ആയിട്ട് പറയാൻ പറ്റും. ഒന്ന് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്, ഒന്ന് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം മാൻഡറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അത് എന്തായാലും ആ സിസ്റ്റം ഇത് ചെയ്തിരിക്കണം, അതിൻ്റെ ഒരു പർട്ടിക്കുലർ ടാസ്ക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഫീച്ചറാണ്, ഉറപ്പായിട്ടും കസ്റ്റമർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അതാണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. They specify the behavior, feature, or the function that the system must provide to its user. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലേ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ്, സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് യൂസർക്ക്. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ചെയ്യുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് ഉണ്ട്, ഇൻട്രാക്ഷൻസ് അല്ലേ. ഒരു വേൾഡ് വൈഡ് ഇൻട്രാക്ഷൻസ് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. നമുക്കൊരു കാര്യം നമ്മൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അത് മറ്റുള്ളവർ കാണണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി നമ്മൾ ഇടുന്നതെങ്കിൽ അത് എല്ലാവരിലേക്ക് എത്തണം അല്ലേ, ആ ഇൻഫോർമേഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടണം. ഇപ്പോൾ ഒരു ഫയലിനെ മാനേജ് ചെയ്യുന്നത്, ഇപ്പം നമുക്ക് ആ ഒരു ഇമേജിനെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഒരു ആപ്ലിക്കേഷനാണെന്ന് വിചാരിക്കുക. പലതരത്തിലുള്ള അതിൽ തന്നെ പല ഫീച്ചേഴ്സും ഉണ്ടാവും. ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാം, റീസൈസ് ചെയ്യാം, പിന്നെ അതിനെ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാനേജ് ചെയ്യാം ആ ഇമേജിൻ്റെ.
ഇമേജിൻ്റെ എക്സ്റ്റൻഷൻസ് മാറ്റാം നമുക്ക്. പല ഇപ്പോൾ PNG JPG അങ്ങനെ പലതിലും ചേഞ്ച് ചെയ്യാം. പല ഫങ്ഷൻസും ആ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടാവും. ബട്ട് അതിൻ്റെ ബേസിക് ഫങ്ഷൻ എന്താണ്? നമുക്കൊരു ഇമേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, അല്ലേ? ഒരു ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു ബേസിക് മാൻഡറ്ററി ആയിട്ട് ആ ഒരു യൂസറിന് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. ഒരു സ്പെസിഫിക് ബിഹേവിയർ അല്ലെ സ്പെസിഫിക് ഫങ്ഷനാലിറ്റീനെ കൺസേൺ ചെയ്യുന്ന കാര്യങ്ങൾ. എന്താണ് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, കൊടുക്കുന്ന ആക്ഷൻസ്, കിട്ടുന്ന ഔട്ട്പുട്ട്, എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട്, ഇതിനൊക്കെ ബേസ് ചെയ്തിരിക്കും ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. ഒരു ഡിസൈൻ സ്ട്രക്ചർ, ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന, നമ്മൾ ആ ഒരു ഡിസൈനിൽ ബ്ലൂ പ്രിൻറ്റിൽ മെയിനായിട്ട് കാണിക്കുന്നത് എന്തൊക്കെയായിരിക്കും? ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളല്ലേ? എന്തായാലും അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ആ ഒരു ബ്ലൂ പ്രിൻറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വീട് പണിയാണ്. ഒരു വീട് ആണെന്നുണ്ടെങ്കിൽ അവിടെ മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റൂംസ് അല്ലേ? റൂം എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? മേൽക്കൂര വേണം അല്ലേ? ഒരു മുകളിൽ ഒരു ക്ലോഷർ ഉണ്ടായിരിക്കണം. ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു വീട്ടിനുണ്ടായിരിക്കേണ്ടത് അല്ലേ? ഇനി അതിൽ വരുന്ന എക്സസറീസ് കാര്യങ്ങൾ, ഒരു റൂമിൽ ഇപ്പം എന്താണ്, ഒരു ബെഡ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, സൈഡിൽ കുറച്ച് വേറെ എക്സസറീസ്, അതായത് ഒരു യൂസറിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന, കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? അതൊക്കെ വേറെ കാര്യങ്ങളാണ്. മെയിനായിട്ട് വരുന്ന, അതായത് അവിടെ മാൻഡറ്ററി ആയിട്ട് വരുന്ന കാര്യങ്ങൾ, ഒരു കുറച്ച് റൂമുകൾ ഉണ്ടായിരിക്കണം. ഒരു 2 BHK എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ മാൻഡറ്ററി ആയിട്ട് ഉണ്ടായിരിക്കേണ്ടത്? എന്താണ്? 2 ബെഡ്റൂം ഉണ്ടായിരിക്കണം. ബെഡ്റൂം എന്താണ്, അവിടെ ഒരു ബെഡ് കയറാൻ പറ്റുന്ന രീതിയിലൊരു 2 റൂം ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ഹോൾ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു കിച്ചൺ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? മെയിനായിട്ട് മാൻഡറ്ററി ആയിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ. ബാക്കി ആ റൂമിൽ ബെഡ് ഉണ്ടാവുന്നതും, റൂമിൻ്റെ ഉള്ളിൽ ബെഡ് ഉണ്ടാവുന്നതിൽ ബെഡ്റൂമിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്താ എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ. അതും നമ്മളെന്താ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയാൻ പറ്റില്ല. മാൻഡറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വെബ്സൈറ്റിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വെബ്സൈറ്റിൽ ഒരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടൺ വേണം. ആ ഒരു ബട്ടൺ ഈ ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യണം എന്നൊരു റിക്വയർമെൻറ്റ് തരികയാണ് കസ്റ്റമർ. അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. കാരണം യൂസറുമായിട്ട് ഡയറക്റ്റ്ലി യൂസറിൻ്റെ ഇൻട്രാക്ഷനാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ ബട്ടൺ കൊണ്ടല്ലേ. ഈ ബട്ടൺ കാരണം യൂസറിന് ഇങ്ങനെ ചെയ്യാൻ പറ്റണം, ഇങ്ങനെ ഈസിലി ഒരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റണം. ഈ ബട്ടൺ കാരണം യൂസർക്ക് ഇന്നത് ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റണം. സോ അവിടെ പറയുന്നത് എന്താണ്? യൂസറിന് എന്താണ് ഈസിനെസ്സിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ യൂസറിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. യൂസറിൻ്റെ ഇൻട്രാക്ഷന് എന്താണ്, യൂസറിന് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫീച്ചറിനെ പറ്റിയിട്ട് അവിടെ പറയുന്നത് അല്ലേ. സോ അങ്ങനെയുള്ള വരുന്നതിനാണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്, മാൻഡറ്ററി ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ആ ബട്ടൺ അവിടെ ഇല്ലെങ്കിൽ എന്താണ്, യൂസർക്ക് ആ ഒരു ഫങ്ഷൻ, ആ ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ ലോഗിൻ പേജിൽ ലോഗിൻ ബട്ടൺ ഇല്ല, ലോഗിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ലോഗിൻ ബട്ടൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. അതേ രീതിയിൽ ലോഗിൻ പേജിൽ ഇപ്പോൾ യൂസർ നെയിം എന്ന് പറയുന്നൊരു ഫീൽഡ് ഇല്ല. യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ടാണ് ലോഗിൻ പേജ് വർക്ക് ചെയ്യുന്നതെങ്കിൽ യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ഫീൽഡ് അതിലില്ല. ലോഗിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല.
സോ അവിടെ ആ ഒരു പർട്ടിക്കുലർ പേജ് ബിൽഡ് ചെയ്യാൻ വേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. സോ അതെന്ത് ചെയ്യണം, മെയിനായിട്ട് നമ്മൾ എടുക്കണം. അങ്ങനെ മെയിനായിട്ട് എടുക്കുന്ന റിക്വയർമെൻറ്റ്സിനെയാണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദ സിസ്റ്റം മസ്റ്റ് അലോ യൂസേഴ്സ് ടു ലോഗിൻ വിത്ത് എ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. സോ ലോഗിൻ ചെയ്യാൻ എന്താണ് അവിടെ യൂസർ നെയിം പാസ്വേഡ് വേണം, പിന്നെ ഒരു ലോഗിൻ ബട്ടൺ വേണം. ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. കൂടാതെ വാലിഡ് ആയിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റണം. അതൊക്കെ എന്താണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. ഇനി സെർച്ച് ഫങ്ഷനായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സ് ആയിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് സെർച്ച് ഫീൽഡ് ഉണ്ടാവും അല്ലേ. ഇ-കൊമേഴ്സ് എന്ന് വേണമെന്നില്ല, വേറെ എന്തായാലും ഇപ്പം വേറെ എന്ത് ആപ്ലിക്കേഷൻ ആയാലും അവിടെ ഒരു സെർച്ച് ഫീൽഡ് ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇതും എന്താണ് ഒരു സോഫ്റ്റ്വെയർ ടൂളാണെന്നായിരിക്കും. ഇവിടെ എന്താണ് സെർച്ച് ഫീൽഡ് ഉണ്ട് അല്ലേ. നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റോ എന്തെങ്കിലും ഈ ഒരു PDF-ലുള്ള ടെക്സ്റ്റോ കാര്യങ്ങളോ നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ പോയിട്ട് ഞാൻ ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പം ഇങ്ങനെ ഒരു സെർച്ച് ഫീൽഡ് ഇവിടെ ഇല്ല, സെർച്ച് ഫംഗ്ഷൻ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. എനിക്ക് ആ ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാം, എനിക്ക് എന്തെങ്കിലും ഇവിടെ ഇങ്ങനെ സെർച്ച് ചെയ്യണം, പെട്ടെന്ന് റാൻഡംലായിട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് പറ്റുമോ? ഇല്ല. സോ അവിടെ മാൻഡേറ്ററി ആയിട്ട് ഈ ഒരു ടൂള് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു കാര്യമായിരുന്നു ഈ ഒരു സെർച്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. പിന്നെന്താണ് ഇമ്പോർട്ടൻറ്റ് 5 ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ദേ സെറ്റ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സിസ്റ്റം ഫീച്ചേഴ്സ്. ആ ഒരു പർട്ടിക്കുലർ ടൂള് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. സോ ആ ഡിസൈൻ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും, അതാണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. അപ്പം ആ ഒരു ഡെവലപ്പേഴ്സിന് കറക്റ്റ് വേയിൽ ഈ ഒരു ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ടാണ് കറക്റ്റ് എന്താണ് ആ പ്രോഡക്റ്റ് എന്തായിരിക്കും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പേഴ്സിന് ഉണ്ടാവുന്നത്. അപ്പം കറക്റ്റ്ലി കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മെയിനായിട്ട്. ഓക്കെ, പിന്നെ നോൺ ഫങ്ഷണൽ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫങ്ഷൻ വരുന്നതാണ് എന്ത്, നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. സോ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്തിനെയാണ് നോക്കുന്നത്, ഈ ഓൾറെഡി ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ. അതായത് ബേസിക് ആയിട്ട് ആ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യേണ്ട ടാസ്ക്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യണം. അപ്പം അത് ചെയ്യുന്നുണ്ടോ, ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത്, ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. ആ ഒരു ബേസിക് ടാസ്ക് തന്നെ മേ ബി പല രീതിയിൽ ചെയ്യാം അല്ലേ. ഇപ്പം ഞാൻ ആ ഒരു ബട്ടണിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം എനിക്കൊരു പർട്ടിക്കുലർ പേജിലേക്ക് പോകണം എന്നാണ് ഞാൻ റിക്വയർമെൻറ്റ് കൊടുത്തിട്ടുണ്ടായത്. ദാറ്റ് ഈസ് എ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. അതായത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ന കാര്യം ചെയ്തു തരണം എനിക്ക്. ആ ഒരു ബട്ടൺ ഒരു പർട്ടിക്കുലർ ടാസ്ക് ഉണ്ട്. സോ ടാസ്കിനെയാണ് നമ്മൾ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറയും. ഇനി ആ ടാസ്ക് തന്നെ പല രീതിയിൽ ചെയ്യും. അതായത് ഞാനിപ്പം ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്, ഞാൻ ഒരു എക്സ്ട്രാ ഒരു റിക്വയർമെൻറ്റ് കൊടുക്കുകയാണ്. എനിക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വിത്തിൻ 1 സെക്കൻഡ് എനിക്ക് ആ ഒരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യണം. അതായത് 1 സെക്കൻഡിൽ കൂടുതൽ ടൈം എടുക്കാൻ പാടില്ല. സോ അവിടെ ഒരു ലോഡിങ് ടൈം വരുന്നുണ്ട് അല്ലേ, പേജ് ലോഡിങ് ടൈം വരുന്നുണ്ട്. സോ ആ ലോഡിങ് ടൈമിന് ഞാനൊരു പ്രിഫറൻസ് കൊടുക്കുകയാണ്. എനിക്ക് 1 സെക്കൻഡിൻ്റെ മുകളിൽ എടുക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ പറയുന്ന സമയത്ത് അതായത് ആ ബട്ടൺ എന്തായാലും വർക്കിംഗ് ആയിരിക്കും അല്ല. സോ ആ ഒരു ടൈമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ ഈ ബട്ടൺ വർക്കിംഗ് ആണോ എന്ന് നോക്കുന്നതാണ് മെയിനായിട്ടുള്ള കാര്യം. അത് 1 സെക്കൻഡിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്താൽ എന്താ, 1 സെക്കൻഡിൽ കൂടുതൽ ടൈം എടുത്താൽ എന്താ. അവിടെ എന്തിനെയാണ് അവിടെ ഡീൽ ചെയ്യുന്നത്, യൂസർ എക്സ്പീരിയൻസിനെയാണല്ലേ. യൂസറിൽ നിന്ന് കിട്ടുന്ന ബോണസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു കൺസ്ട്രെയിൻസ് ആയിട്ടാണ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു
ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഒരു സ്പെസിഫിക് ഫങ്ഷനാലിറ്റീനെയാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ക്വാളിറ്റി ആട്രിബ്യൂട്ട്സിനെയാണ് ഡീൽ ചെയ്യുന്നത്. പെർഫോമൻസ് ആയിക്കോട്ടെ, യൂസബിലിറ്റി, യൂസർ ഫ്രണ്ട്ലിനെസ്. ഇപ്പോൾ എന്താ, ഒരു പ്രോപ്പർലി വർക്കിംഗ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന ഒരു എക്സ്ട്രാ വരുന്നൊരു കാര്യമാണ് എന്താ ഈ ആപ്ലിക്കേഷൻ. അതായത് ഇപ്പോൾ ഈ ഒരു PDF റീഡർ, ഈ ഒരു PDF റീഡറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻ എന്താ? എനിക്ക് PDFs ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം, അല്ല PDF ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഇതാണ് ബേസിക് ഫങ്ഷൻ. ഓക്കെ, ഇനി ഇതിൽ വരുന്നൊരു എക്സ്ട്രാ, അതായത് ഞാൻ ഈ ഫീച്ചറിൽ പറയുന്നൊരു എക്സ്ട്രാ കാര്യമാണ് എന്ത്, എനിക്കിതിൻ്റെ വോയിസ് ഓവർ വേണം. അതായത് ഈ PDFസിൻ്റെ മുകളിൽ എനിക്ക് ഒരു പർട്ടിക്കുലർ എന്താണ് വോയിസ്, ഈ PDFs റീഡ് ചെയ്യുന്ന PDF റീഡർ ഉണ്ടാവും അല്ലേ, എന്താണ് വോയിസ് ഓവേഴ്സ് ആയിട്ടൊക്കെ റീഡ് ചെയ്യാൻ പറ്റും. അതെന്താണ് ശരിക്കും? അതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ആക്സസ് ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്ട്രാ ഫീച്ചറാണ് അല്ലേ. സോ അവിടെ എന്താണ് യൂസബിലിറ്റിയാണ് നോക്കുന്നത്, അതായത് എല്ലാ തരത്തിലുള്ള യൂസേഴ്സിനും ഇത് യൂസ് ചെയ്യാൻ പറ്റണം. നോർമലി ഒരു ഡിസേബിലിറ്റി, ഇതുപോലുള്ള ബ്ലൈൻഡ് ഒന്നും അല്ലാത്ത നോർമലി കണ്ണ് കാണുന്ന ഒരാൾക്കൊക്കെ ആണെങ്കിൽ ആ ഒരു ഫീച്ചറിൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പം ബാക്കിയുള്ള എല്ലാ തരത്തിലും കോമൺലി ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എക്സ്ട്രാ വന്നൊരു കാര്യമാണ് എന്ത്, ഈ ഒരു യൂസബിലിറ്റി ഫീച്ചർ എന്ന് പറയുന്നത്. സോ അതെന്താണ് ഒരു നോൺ ഫങ്ഷണൽ റിക്വയർമെൻ്റ് ആയിട്ട് പറയും. എല്ലാവർക്കും ആവശ്യമില്ലത് വോയിസ് ഓവേഴ്സ് എന്ന് പറയുന്നത്. സോ അതുപോലുള്ള ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ്. ഇപ്പം സെക്യൂരിറ്റി, ഇപ്പോൾ ഒരു ലോഗിൻ പേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സ്ട്രാ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അല്ലേ. ഇപ്പം ചില കേസിലിപ്പോൾ എന്താ പാസ്വേഡ് മാസ്കിംഗ് ഒക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പം നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാതെ ഡോട്ട് ആയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കാണിക്കുക. ഫോർ എക്സാമ്പിൾ പേജ് നെറ്റ് കിട്ടുന്നില്ല. ഓക്കെ, ഒരു ലോഗിൻ പേജ് എന്ന് പറയുമ്പം അവിടെ എന്താണ്, ഒരു യൂസർ നെയിം പാസ്വേഡ് എന്ന് പറയുന്ന രണ്ട് ഇതുണ്ടാവും. അപ്പോൾ അവിടെ പാസ്വേഡിന് ചിലപ്പോൾ എന്താണ് ഇതുപോലുള്ള പാസ്വേഡ്സ് മാസ്കിങ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഒരു പാസ്വേഡ് എന്താണ് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റാതെ അതിനിങ്ങനെ മാസ്ക് ചെയ്ത് കാണിക്കുന്ന ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ്, അപ്പോൾ ആ ഒരു പാസ്വേഡ് നമുക്ക് യൂസേഴ്സിന് പെട്ടെന്ന് വ്യൂ ചെയ്യാൻ പറ്റില്ല അല്ലേ. വ്യൂ ചെയ്യാൻ പറ്റിയാൽ എന്താ, പറ്റിയില്ല എങ്ങനെ, അതൊരു സെക്യൂരിറ്റി ഫീച്ചറാണ് അല്ലേ. നമുക്ക് എന്താണ് പാസ്വേഡ് ഇൻപുട്ട് ചെയ്യാതെ മതി, ആ ഒരു ലോഗിൻ ചെയ്യാൻ പറ്റിയാൽ മതി. ബാക്കി വരുന്ന സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് ആഡ് ഓൺ ആയിട്ട് വരുന്നത്, ആ ഒരു ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതെന്താണ് ഒരു ക്വാളിറ്റി ആട്രിബ്യൂട്ടായിട്ട് പറയും. സോ അതുപോലുള്ള ക്വാളിറ്റി കൺസ്ട്രെയിൻസിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്നതാണ് എന്ത്, നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. സിസ്റ്റം ആട്രിബ്യൂട്ട്സ്, പ്രോപ്പർട്ടീസിനെയാണ് അവിടെ പറയുന്നത്. ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് വെൻ കമ്പയർ എന്താണ് അവിടെ പറയുന്നത്, ഫീച്ചേഴ്സിന്, ഒരു പർട്ടിക്കുലർ ടാസ്ക് അത് പെർഫോം ചെയ്യണം, ആ സ്പെസിഫിക് ടാസ്കിനെയാണ് അവിടെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് പറയുന്നത്. നേരെ മറിച്ച് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റിന് ആ ടാസ്ക് തന്നെ എക്സ്ട്രാ ആയിട്ട് എങ്ങനെയാണ് അത് എൻഹാൻസ് ആകുന്നത്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, യൂസറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഒരു രീതിയാണ് പറയുന്നത്.
ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ സിസ്റ്റം ആട്രിബ്യൂട്ട്സ്, സിസ്റ്റമിൻ്റെ പ്രോപ്പർട്ടീസിനെയാണ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിൽ പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ സിസ്റ്റം മസ്റ്റ് ബി ഏബിൾ ടു ഹാൻഡിൽ 1000 സൈമിൾട്ടേനിയസ് യൂസേഴ്സ് വിത്തൗട്ട് ക്രാഷിങ്. അതായത് ആ ഒരു സിസ്റ്റം നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 ആൾക്കാർ അറ്റ് എ ടൈം യൂസ് ചെയ്യുന്ന രീതിയിൽ 1000 ആൾക്കാർക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഒരു ഈസിലി മാനേജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം. അത് 1000 ആയാൽ എന്താ, 1000-ൽ കുറവ് യൂസേഴ്സ് യൂസ് ചെയ്താൽ എന്താ, ആ ഒരു പ്രോഡക്റ്റ് കറക്റ്റ്ലി വർക്കിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല അല്ലേ. അത് യൂസേഴ്സ് ഇത്രയും ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റണം എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്ട്രാ വരുന്ന ഒരു ബോണസ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അത് മാൻഡേറ്ററി അല്ല, അത് എക്സ്ട്രാ നമുക്ക് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിൻ്റെ മുകളിൽ പറയുന്ന കാര്യങ്ങളാണ്. ആപ്ലിക്കേഷൻ മസ്റ്റ് ലോഡ് എനി പേജ് വിത്തിൻ 3 seconds. അതെന്താണ്, ഇപ്പോൾ ഒരു ബട്ടൻ്റെ കേസിൽ പറയാം. അപ്പോൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യണം എന്ന് പറയുന്നതാണ് ബേസിക് അതിൻ്റെ ഫങ്ഷൻ, അല്ലെ ആ സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നത്. അതെന്താണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. ആ ബട്ടൺ എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം, ഇത്ര ടൈമിനുള്ളിൽ നാവിഗേറ്റ് ചെയ്യണം. സോ അതെന്താണ് എക്സ്ട്രാ വരുന്ന ഒരു കാര്യമാണ്. സോ അതെന്താ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. സോ ഒരു റിക്വയർമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിക്വയർമെൻറ്റ്സിനോട് നമ്മൾ ചോദിക്കുക, നിങ്ങൾ മാൻഡേറ്ററി ആണോ, വെദർ ആ റിക്വയർമെൻറ്റ് മാൻഡേറ്ററി ആണോ അല്ലയോ എന്ന് നോക്കുക. മാൻഡേറ്ററി ആയിട്ടുള്ളൊരു റിക്വയർമെൻ്റ് ആണെങ്കിൽ അത് ഫങ്ഷണൽ റിക്വയർമെൻ്റ് ആണ്. മാൻഡേറ്ററി അല്ല, അത്ര വലിയൊരു പ്രാധാന്യം അതിനില്ല എന്നുണ്ടെങ്കിൽ കാരണം ആ ഒരു റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ആണ് വരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതൊരു നോൺ ഫങ്ഷണൽ റിക്വയർമെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ യൂസർ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫൈൻസ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻസ് വാട്ട് ദ സിസ്റ്റം ഷുഡ് ഡു. നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഹൗ ദ സിസ്റ്റം ഷുഡ് ബിഹേവ്, അല്ല ഹൗ ഇറ്റ് ഷുഡ് ബിഹേവ്, ഹൗ ഇറ്റ് ഷുഡ് ഇൻഫ്ലുവൻസ് ദ യൂസർ എക്സ്പീരിയൻസ്, ഓവറോൾ യൂസർ എക്സ്പീരിയൻസ്. അതാണ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. യൂസർ ഇൻട്രാക്ഷന്, ഡയറക്റ്റ് ഇൻട്രാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് പറയുന്നത്. ഓക്കെ, എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഫങ്ഷൻ ഉണ്ട്, അല്ല എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടാസ്ക് ഉണ്ട്, അത് പെർഫോം ചെയ്യുന്നുണ്ടോ നോക്കുന്നത്, അത് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് റിലേറ്റ് ചെയ്യുന്നത്. സിസ്റ്റം പെർഫോമൻസ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ മീറ്റ് ചെയ്തോ എന്നൊക്കെ നോക്കുന്നത് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അപ്പം ആ ഒരു ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ, ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആ ഒരു പ്രോഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ്. ഓക്കെ, അതിലാണ് പെർഫോമൻസ് ടെസ്റ്റിങ്, സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ഒക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സെഷൻ വേറെയാണ്. ഫങ്ഷണൽ, നമ്മൾ പ്രോപ്പർ പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഫങ്ഷൻസ് ഒക്കെ കറക്റ്റ്ലി വർക്കിംഗ് ആണോ എന്ന് നോക്കുന്നത്. സോ അവിടെ വരുന്നത് എന്താണ്, മാൻഡേറ്ററി ആയിട്ടുള്ള ടാസ്ക് ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ബാക്കി വരുന്ന പെർഫോമൻസ് ആസ്പെക്റ്റ്, ഇപ്പം റെസ്പോൺസ് ടൈം, കൺകറൻറ്റ് യൂസേഴ്സിൻ്റെ സിനാരിയോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എവിടെയാണ്, നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിലായിരിക്കും. അവിടെയാണ് പെർഫോമൻസ് ടെസ്റ്റിങ്, സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ഒക്കെ വരുന്നത്. രണ്ടും ആവശ്യമാണ്, ഫങ്ഷണൽ ടെസ്റ്റിങ്ങും വേണം, നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങും വേണം. സോ ബട്ട് കൂടുതലായിട്ട് അവിടെ ടാസ്ക് ബേസ് അല്ലെങ്കിൽ ഫീച്ചർ ബേസ് ടെസ്റ്റിംഗ് ഒക്കെ വരുന്നതെങ്കിൽ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. യൂസർ എക്സ്പീരിയൻസ്, സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ പെർഫോമൻസ് ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് റിക്വയർമെൻറ്റ്സ് നമുക്കൊരു അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് ആണ്. കുറച്ച് റിക്വയർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു റിക്വയർമെൻറ്റ്സിൽ നമുക്കിപ്പം ഷഫിൾ ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്.
എന്താണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സും ഉണ്ട്, നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്, നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്നുള്ളത് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റണം. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിനി നമ്മളൊരു ടെസ്റ്റിങ്ങിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് പ്രോസസ്സിൽ നിൽക്കുമ്പോഴോ എങ്ങനെയാണ് ഇതിനെ ഇപ്പോൾ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ അതിൽ ഫോക്കസ് ചെയ്യേണ്ടി വരും. അതായത് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ അതിൽ ഫോക്കസ് ചെയ്യുന്നു. ഇനി നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ചെയ്യുന്നതെങ്കിൽ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിനെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരും. സോ റിക്വയർമെൻറ്റ്സിൽ അതിനെ നമുക്ക് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഏതാണ്, നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഏതാണെന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ കുറച്ചൊരു 15 റിക്വയർമെൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. സോ അത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ നോക്കാം, എന്തൊക്കെയാണോ എന്നുള്ളത് നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് ഒരു പറഞ്ഞിട്ടുള്ള റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് സിസ്റ്റം മസ്റ്റ് പ്രൊവൈഡ് എ ലോഗിൻ മെക്കാനിസം ഫോർ രജിസ്റ്റേർഡ് യൂസർ. ഈ ലോഗിൻ മെക്കാനിസം എന്ന് പറയുന്നത് മാൻഡറ്ററി ആയിട്ട് വരുന്നൊരു കാര്യം അല്ല. നമ്മൾ ആ ഒരു റിക്വയർമെൻറ്റ് വായിക്കുമ്പം ഈസ് ഇറ്റ് മാൻഡറ്ററി എന്ന് അതിനോട് ചോദിക്കുമ്പം എന്താണ്, യെസ് എന്നാണ് അതിൻ്റെ റെസ്പോൺസ്. അല്ല, ലോഗിൻ ഫെസിലിറ്റി ഇല്ലെങ്കിൽ ബാക്കിയൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ലോഗിൻ ചെയ്ത് കയറാതെ ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ലോഗിൻ മെക്കാനിസം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ്, മാൻഡറ്ററി ഒരു ഫീച്ചറാണ്. സോ എന്താ, അത് ഫങ്ഷണൽ റിക്വയർമെൻ്റ് ആയിരിക്കും. ഇനി യൂസർ ഷുഡ് ബി ഏബിൾ ടു സെർച്ച് ഫോർ പ്രോഡക്ട്സ് ബൈ കീവേഡ്സ്, കാറ്റഗറീസ് ആൻഡ് അതർ റെലവൻറ്റ് ഫിൽട്ടേഴ്സ്. ഇപ്പോൾ സെർച്ച് ഫങ്ഷൻ എന്ന് പറയുന്നതും എന്താണ്, ആ ഒരു പ്രോഡക്റ്റിൽ വരുന്ന ഒരു മാൻഡറ്ററി ഫീച്ചർ അല്ലേ. സെർച്ച് ഫീച്ചർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോർമൽ യൂസേഴ്സിന് പർട്ടിക്കുലർ കീവേഡ്സ് ഒന്നും യൂസ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ. വൈഡായിരിക്കും, കുറേ കാറ്റഗറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തും പോയിട്ട് അതിനെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഷ്ടപ്പെടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഒരു സെർച്ച് ഫീച്ചർ എന്തായാലും ഉണ്ടായിരിക്കണം. അതൊരു മാൻഡറ്ററി ആയിട്ടുള്ള ഫീച്ചറാണ്. സോ അതും എന്താണ്, ഒരു ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. നെക്സ്റ്റ്, സിസ്റ്റം മസ്റ്റ് ലോഡ് പ്രോഡക്റ്റ് പേജസ് വിത്തിൻ 3 seconds ടു എൻഷുർ എ പോസിറ്റീവ് യൂസർ എക്സ്പീരിയൻസ്. ഡയറക്റ്റ് ആണല്ലേ, ആ സെൻറ്റൻസിൽ തന്നെ പറയുന്നത് യൂസർ എക്സ്പീരിയൻസിനെയാണ് പറയുന്നത്. സോ എന്താണ്, ഒബ്വിയസ്ലി അതെന്താ, ഒരു നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. The system must allow users to place orders and it should process these orders by updating inventory and notifying the user of the order status. നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് കാണിക്കണം അല്ലേ. ഓർഡർ എത്തിയിട്ടുണ്ടോ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാം. അല്ലെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമുക്കതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതെന്താണ്, ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. സോ അതെന്താ, ഒരു ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. The system should be able to handle a minimum of 10,000 simultaneous users without any significant decrease in performance. പെർഫോമൻസ് എന്ന് തന്നെ പറഞ്ഞു, ഡയറക്റ്റ് ആണല്ലേ, നമുക്ക് ഡയറക്റ്റ്ലി അത് പറയാം നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. 1000 സൈമൾട്ടേനിയസ് യൂസേഴ്സിനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ എന്താ, പറ്റിയില്ലെങ്കിൽ എന്താ. 1000നെ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു 9000 ആൾക്കാരെ മാത്രമേ അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബട്ട് എന്താണ്, യൂസ് ചെയ്യാൻ പറ്റുന്നു, യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ എന്താ, മാൻഡേറ്ററി അല്ല. ആ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് അവിടെ മാൻഡേറ്ററി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചെയ്താൽ 10,000 സൈമൾട്ടേനിയസ് യൂസേഴ്സിന് ചെയ്താൽ ഓക്കെ, പെർഫോം അത്രയും ക്വാളിറ്റി എൻഹാൻസ്ഡ് ആണെന്ന് പറയും അല്ലേ. അപ്പോൾ അതെന്താണ്, ഒരു നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. സിസ്റ്റം ഷുഡ് ഹാവ് എ 99.9% അപ് ടൈം എൻഷുറിങ് ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ യൂസേഴ്സ് അറ്റ് ഓൾ ടൈം. സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിനെയോ ഫീച്ചറിനെയോ ഒന്നും അല്ല അവിടെ പറയുന്നത്, അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടിനെയാണ് പറയുന്നത്. സോ എന്താണ്, അതും നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. സിസ്റ്റം മസ്റ്റ് ഇൻ്റഗ്രേറ്റ് വിത്ത് എ സെക്യൂർ പേയ്മെൻറ്റ് ഗേറ്റ്വേ ടു ഫെസിലിറ്റേറ്റ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. അതെന്താണ്, അതും എന്താണ്, ഒരു നോൺ ഫങ്ഷണൽ റിക്വയർമെൻ്റ് ആയിട്ട് പറയാം. കാരണം സെക്യൂരിറ്റി ആണ് അവിടെ പറയുന്നത്. സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് എന്താണ്, എഡിഷണലി വരുന്ന കാര്യങ്ങളല്ല, ഒരു ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. സെക്യൂർ ആയാൽ എന്താ, അല്ലെങ്കിൽ എന്താ, ആ ഫങ്ഷൻ കറക്റ്റ് വേയിൽ ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. ഇത് സെക്യൂർ ആണോ എന്ന് നോക്കുന്നത് എക്സ്ട്രാ വരുന്ന കാര്യമാണ് അല്ലേ. സെക്യൂരിറ്റി ഇഷ്യൂസ് വരുന്നത് കൊണ്ടാണ് സെക്യൂരിറ്റി ഒരു ഫീച്ചർ അവിടെ കൊണ്ടുവരുന്നത്. സോ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്താണ്, എല്ലാ സമയത്തും വരണം എന്നില്ല. സോ അതുകൊണ്ടാണ് ഒരു സെക്യൂർ പേയ്മെൻറ്റ് ഗേറ്റ്വേ വേണമെന്ന് പറയുന്നത്. ഒരു എക്സ്ട്രാ വരുന്ന യൂസർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്, അതും യൂസർ എക്സ്പീരിയൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. സോ അതെന്താണ്, ഒരു നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. ഇനി യൂസർ ഷുഡ് ബി ഏബിൾ ടു ക്രിയേറ്റ്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ് ദെയർ പ്രൊഫൈൽസ് ഇൻക്ലൂഡിങ് പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആൻഡ് പ്രിഫറൻസസ്. അതും എന്താണ്,
അതെന്താണ് ഒരു ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. കാരണം എന്താണ്, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്, പുതിയ ഡീറ്റെയിൽസ് വരുന്ന അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം, പുതിയ പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, നമ്മുടെ പ്രൊഫൈൽസിനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പോൾ അതെന്താണ് മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു കാര്യം അല്ലേ. എനിക്ക് ഒരു സിസ്റ്റം ഒരു പ്രൊഫൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു, അതിൽ എന്തെങ്കിലും എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്കത് മാറ്റാൻ പറ്റണം. സോ അതെന്തായാലും മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ എന്താണ് അത് ഒരു ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. സിസ്റ്റം ഷുഡ് സെൻഡ് ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് ടു യൂസേഴ്സ് വെൻ ദെയർ ഓർഡേഴ്സ് ആർ കൺഫേം, ഷിപ്ഡ് ഓർ ക്യാൻസൽഡ്. അതും എന്താണ് ഒരു ഫങ്ഷണൽ റിക്വയർമെൻറ്റ് അല്ലേ. എന്തായാലും വേണ്ട ഒരു കാര്യമാണ് അല്ലേ നോട്ടിഫിക്കേഷൻസ് പോകുന്നത്. നോട്ടിഫിക്കേഷൻസ് പോവാതെ നമുക്ക് ഓർഡർ കൺഫേം ആയോ ക്യാൻസലായോ എന്നൊന്നും അറിയാൻ പറ്റില്ല. സോ അതൊരു ഫീച്ചറാണ് അതിൽ വരുന്നത്. സോ എന്താണ് അത് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. Users' passwords must be stored securely using encryption algorithm, and the system should protect against common security threats such as SQL injection and cross-site scripting. അത് സെക്യൂരിറ്റി ബേസ് ആയിട്ട് സെക്യൂരിറ്റി ഒരു ക്വാളിറ്റി ആട്രിബ്യൂട്ട് ആയിട്ടാണ് പറയുന്നത്. സോ നോൺ ഫങ്ഷണൽ റിക്വയർമെൻ്റ് ആണ്. ദി യൂസർ ഇൻ്റർഫേസ് ഷുഡ് ബി ഇൻറ്റ്യൂട്ടീവ് ആൻഡ് ദ സിസ്റ്റം ഷുഡ് ബി ആക്സസിബിൾ ടു യൂസേഴ്സ് വിത്ത് ഡിസബിലിറ്റീസ്. അതും എക്സ്ട്രാ വരുന്ന കോമൺ ആയിട്ട് പറയുന്ന കാര്യമല്ല, എക്സ്ട്രാ വരുന്നൊരു കാര്യമാണ്. സോ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. സിസ്റ്റം മസ്റ്റ് ബി കോമ്പാറ്റബിൾ വിത്ത് ദ ലേറ്റസ്റ്റ് വേർഷൻസ് ഓഫ് പോപ്പുലർ വെബ് ബ്രൗസേഴ്സ് ആൻഡ് മൊബൈൽ ഡിവൈസസ്. എക്സ്ട്രാ വരുന്ന ഒരു കാര്യമാണ്. സോ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. An administrative dashboard should be provided to manage products, user accounts and view analytics. ഓൾറെഡി ഉള്ള ഒരു ഫീച്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഡാഷ്ബോർഡ് ഫീച്ചറിനെ പറ്റി. സോ എന്താണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. The code base should follow coding standards, and updates or modifications should be easily implementable without disturbing the entire system. എന്താണ് അവിടെ പറയുന്നത്, കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെ, അപ്ഡേറ്റ്സ് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എന്താണ് അവിടെ അത് ചെയ്യാൻ പറ്റണം അല്ല. കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. കോഡ് എക്സിക്യൂഷൻ അല്ല അവിടെ പറയുന്നത്. ബേസിക് സ്റ്റാൻഡേർഡ് കോഡ് എക്സിക്യൂഷൻസ് ഒക്കെ പറയുന്നതല്ല. എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് റൂൾസും കാര്യങ്ങളൊക്കെ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ അവിടെ പാലിക്കുന്നുണ്ടോ എന്ന്. കോഡ് കറക്റ്റ്ലി എക്സിക്യൂട്ട് ആവുന്നുണ്ടോ എന്നുള്ളതല്ല അവിടെ നോക്കുന്നത്, എക്സ്ട്രാ വരുന്നൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് നോൺ ഫങ്ഷണൽ ആണ്. റെഗുലർ ഡാറ്റ ബാക്കപ്പ് ഷുഡ് ബി പെർഫോംഡ് ആൻഡ് ദർ ഷുഡ് ബി എ മെക്കാനിസം ഇൻ പ്ലേസ് ഫോർ ക്വിക്ക് ഡാറ്റ റിക്കവറി ഇൻ കേസ് ഓഫ് സിസ്റ്റം ഫെയിലേഴ്സ്. എക്സ്ട്രാ പറയുന്നൊരു കാര്യമാണ്. സോ അതുകൊണ്ട് അതൊരു നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. സോ എക്സ്ട്രാ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ ഇറ്റ്സ് എ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. ബേസിക് അതെന്തായാലും ഉണ്ടായിരിക്കണം, അതെന്തായാലും മാൻഡേറ്ററി ആണ്, അങ്ങനെ പറയുന്നത് ഒരു ഫങ്ഷണൽ റിക്വയർമെൻ്റ് ആയിരിക്കും. സോ ആ ബേസിസിൽ നമുക്ക് എന്താണ് റിക്വയർമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്കിപ്പം ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് റിക്വയർമെൻറ്റ്സ് വേണം. സോ റിക്വയർമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഫങ്ഷണൽ റിക്വയർമെൻ്റ് ആണ്, എന്തൊക്കെ നോൺ ഫങ്ഷണൽ റിക്വയർമെൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ സെഷനിൽ പറഞ്ഞു പോകുന്നത്. ബാക്കിയുള്ള ഇനി ഇതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കൺസെപ്റ്റ്സും കാര്യങ്ങളും നമ്മുടെ വർക്കിങ്സും ഒക്കെ വരുന്നത്. സോ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ, താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.